വെൽക്കം ടു മൈ ചാനൽ. ദിസ് ഈസ് ഏഞ്ചൽ സ്കൈ. അപ്പം നമ്മൾ ഇന്ന് പനീർ വെച്ചിട്ടൊരു റെസിപ്പി ഉണ്ടാക്കാൻ പോണ്. ഫസ്റ്റ് ഓഫ് ഓൾ ഞങ്ങൾ മുളകും മഞ്ഞളും ഒക്കെ ഇട്ട് വെച്ചു. ഇനി കുറച്ച് കുറച്ച് ഉപ്പ് ഇടണം ഗൈസ്. കുരുമുളക് പൊടി പിന്നെ കുറച്ച് ഉപ്പും കൂടെ ഇടണം. ഇനി കുറച്ചുപ്പ്. ഇത് പോരല്ലോ, ഇത് ഒട്ടുമേ ആയിട്ടില്ല. കുറച്ചും കൂടെ മുളകും മഞ്ഞൾപ്പൊടിയും വേണം. മുളകും മഞ്ഞൾപ്പൊടിയല്ല, കുരുമുളക് വേണം. ഇത് കണ്ടോ ഗൈസ്, കാണാൻ പറ്റുന്നുണ്ടോന്ന് അറിയില്ല. കറക്റ്റായിട്ട് നിഴലടിക്കുന്നുണ്ട്. നന്നായിട്ട് ഇളക്കിയിട്ടുണ്ട് നമ്മൾ. ഇപ്പോഴല്ല, ഇനി കുറച്ച് ഉപ്പല്ലേ ഗൈസ്. അപ്പം നമുക്ക് ഉപ്പ് എടുക്കട്ടെ. ഉപ്പ് ഞാൻ എടുത്തോണ്ട് വന്നിട്ടുണ്ട്. അവൾക്ക് ലേശം കേട്ടെ, ഒത്തിരി വേണ്ട, കുറച്ചുകൂടി ഇട്ടോ. കൂടിയോന്ന് എനിക്ക് ഡൗട്ടുണ്ട്. ഒത്തിരി വേണ്ട, നമുക്ക് എന്നിട്ട് വേണമെങ്കിൽ ഇട്ടാൽ ഗൈസ്. നല്ല ടേസ്റ്റ് ഉണ്ട്. നിനക്കങ്ങനെ സോക്കയുടെ റിയാക്ഷൻ കണ്ടോ? കുഴപ്പമില്ല, നല്ല ടേസ്റ്റ് ഉണ്ട്. എനിക്ക് ആർക്കൊക്കെ പനീർ പച്ചക്ക് കഴിക്കാൻ ഇഷ്ടമാണെന്ന് പറയണം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പച്ചക്ക് കഴിക്കാൻ. ഇവിടെ ഒരു പഞ്ചസാര ഇടാന്നൊക്കെ. അപ്പം നമുക്ക് പാൻ ഒഴിക്കാം. നീ പോയി കഴുകിയിട്ട് വാ. അപ്പം നമുക്കിനി പാനിലുള്ള വഴിയാണ്. അപ്പോൾ പാൻ എടുത്തോണ്ട് വന്നിട്ട് കാണാം. അപ്പം ഗായ്സ് ഞങ്ങൾ പാൻ ചൂടാവാൻ വെയിറ്റ് ചെയ്യുകയാണ്. അത് കഴിഞ്ഞ് കുറച്ച് ഗീ ഇടണം. കണ്ടോ, ഗീ വെറുതെ ഇട്ട് വെച്ചേക്കാണ് അവള്. സോ വെയിറ്റ് ഗായ്സ്. ഇട്ടു ഗൈസ്. നമുക്ക് ഇത് അതിലേക്ക് ഇടണം. ഗീ ഇതുകൊണ്ട് ഒട്ടുമേ ആവുന്നില്ല അല്ലേ? എണ്ണ കുറച്ചുകൂടി ആയേ, അത്രയും മതിയായിരിക്കും. ഇനി നമുക്ക് പാൻ ജസ്റ്റ് ഒന്ന്, ഇപ്പം എണ്ണ കണക്ക് തന്നെ ആയിട്ടുണ്ട്. അത്രയും മതിയായിരിക്കും. സോ ഇത് നമുക്ക് ഇതിൻ്റെ അകത്ത് കുറച്ചും ജിഞ്ചർ പേസ്റ്റ് ഇട്ടാലോ എന്ന് ആലോചിക്കുന്നുണ്ട്. ഇല്ലെങ്കിൽ വല്ല ജിഞ്ചർ വേണ്ട. നമ്മുടെ കയ്യിൽ ജിഞ്ചർ പേസ്റ്റ് ഇല്ല. നമ്മുടെ കയ്യിൽ വേറൊരു സാധനമുണ്ട്, കാണിച്ചുതരാം. ഇതാണ് ആള്. ഇത് ഞാൻ മേടിച്ചതാണ് എനിക്ക് പനീറൊക്കെ കുക്ക് ചെയ്യാനായിട്ട്. സോ നമുക്ക് ഇതിടാം ഗൈസ്. ഇതിടാം നമുക്ക്. ഇതിടാം നമുക്ക്. എൻ്റെ നല്ല ബുദ്ധി. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് ഗൈസ്, തിന്നാൻ വെറുതെ ഇരിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ ഞാൻ മേടിച്ചതാണ്. നോക്കട്ടെ. കണ്ടോ ഗൈസ്, ഇത് കണ്ടോ ഗൈസ്, ഞാൻ കാണിച്ചു തരാം. ഇതേ കണ്ടോ, സ്മോക്കി തന്തൂരിയുടെ ആണ്. തന്തൂരി ആരും ചെയ്യുന്നില്ല എന്നാലും, പക്ഷെ എനിക്ക് തിന്നാനൊക്കെ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട്. അധികം ഇട്ടാൽ കുറച്ച് എരിവ് കൂടുതലാണ് അതിന്. ഒത്തിരി എരിവില്ലേ നോക്കി. പക്ഷേ നമ്മൾ എന്തിൻ്റെ അകത്ത് ഇടുമ്പോൾ സൂക്ഷിച്ചിട്ടില്ല. സോ ഗായ്സ്, അവൾ ഒരെണ്ണം ഇട്ടു. അങ്ങനെ കൈ കൊണ്ട് ഇടരുത്. പിന്നെ ഒരു സ്പൂൺ, ഈ നെയ്യിലിട്ട സ്പൂൺ അത് വേണ്ട, ഇത് അവിടെ തന്നെ കിടക്കട്ടെ. നമ്മൾ സ്പൂൺ എടുത്തോണ്ട് വന്നിട്ടുണ്ട്. ഓ ഒരു പാട്ട്. അവളെൻ്റെ കയ്യിലാക്കി കഴിച്ച് ഞാൻ അത് പോയി കഴുകിയിട്ട് തരാം. അവളെ ഫുൾ ഇട്ടിട്ടുണ്ട്. സോ നമുക്കിനി അടുത്തത് വേറെ പരിപാടിയൊന്നും ഇല്ല. കുറച്ച് നേരം അതൊന്ന് ഫ്രൈ ചെയ്യാനായിട്ട് വയ്ക്കാം. കുറച്ച് നേരം ഒന്ന് വഴറ്റിയിട്ട് ഫ്രൈ ചെയ്യാൻ കുറച്ച് നേരം വയ്ക്കാം. ഇങ്ങനെ മൂടാം. ഗൈസ്, ചിലവർ ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ന്യൂ ഓവൻ എങ്ങനെയുണ്ട്. സോ അതിനെ അവളിതാ കുറച്ചും കൂടെ എന്തായിരുന്നു കുരുമുളക് ഇടുന്നുണ്ട്.
സോ ഞങ്ങളുടെ ഓവൻ കാണിച്ചു തരാം ഗൈസ്. ഇതാണ് ഞങ്ങളുടെ ന്യൂ ഓവൻ. സോ അതോടൊപ്പം തന്നെ ഇവിടെ എന്നിട്ട് ഫ്രൈ ആയി വരുന്നുണ്ട്. എന്ത് ഏതിൻ്റെ? ഇതിന്റെ ആ ഇതിന് അത്യാവശ്യം നല്ല വില വരുന്നുണ്ട്. ഞാൻ പേടിച്ചു പോലെ നീ എന്താ എനിക്ക് കൈ മറ്റേ നല്ല മണമുണ്ട്. നോക്ക് ഗൈസ്, ഇത് വീണു ഗൈസ്. നമുക്ക് ഒന്നുകൂടെ ഇളക്കി കൊടുക്കണം. അല്ല അതങ്ങനെ എനിക്ക് നിന്റെ സ്പൂണിന്റെ ഇടയ്ക്ക് മറ്റേ അപ്പം ചുടുന്ന പാത്രമുണ്ടോ? അല്ല അപ്പം ഇളക്കണ പാത്രമില്ലേ അതില്ലേ? അപ്പം ഇളക്കണയോ? അപ്പം മറിച്ചിടണേ. ആ അത് നമുക്ക് ഇത് വെച്ചിട്ട് അടുത്ത പരിപാടി. നമുക്ക് വേണമെങ്കിൽ ഇതല്ലാണ്ട് വെക്കാമായിരുന്നു കേട്ടോ. മീൻസ് ഇങ്ങനെ എന്താ ഇതേപോലെ പീസ് തന്നെ ആക്കിയിട്ട് എല്ലാം ചെയ്തിട്ട് വെക്കായിരുന്നു. ഇതാണെങ്കിൽ കുറച്ചും കൂടെ മറിച്ചിടാനൊക്കെ എളുപ്പമായിരുന്നു. ഞങ്ങളൊരു വീഡിയോ കണ്ടിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചാണ്. എൻ്റെ അമ്മ പറഞ്ഞായിരുന്നു ഓവനിൽ വെച്ച് ഇങ്ങനെയൊക്കെ ചെയ്തിട്ട്. നമുക്ക് ഓവൻ ഉണ്ടായിരുന്നു. എൻ്റെ അമ്മ പറഞ്ഞു ഒരു റെസിപ്പി ഞാൻ പറഞ്ഞാൽ അത് ചെയ്ത് നോക്കാം. കുറച്ച് ഉപ്പും മുളകും മഞ്ഞൾപ്പൊടിയും ഒക്കെ ഇട്ടിട്ട് ഓവനിലിട്ട് ചൂടാക്കിയിട്ട് അത് നല്ല ടേസ്റ്റാണ്. ഞാനും അമ്മയൊക്കെ അവിടെ ഉണ്ടാക്കി കഴിക്കുന്നത് നല്ല ടേസ്റ്റാണ്. റെസിപ്പി അറിയില്ലാത്ത അല്ല, അത് പക്ഷെ ചെയ്യാൻ എനിക്കൊരു ധൈര്യമുണ്ട്. മുളക് പൊടി കൊണ്ട് വെച്ചു. ഞാൻ അതങ്ങോട്ട് നീക്കിട്ട് കൊടുക്കും. കരിഞ്ഞ് കാണുമായിരിക്കും. സോ നമുക്കൊരു പ്ലേറ്റ് എടുത്തുകൊണ്ട് ഗൈസ്, നമുക്ക് പ്ലേറ്റ് എടുക്കാൻ ഈ ഒരു പ്ലേറ്റ് മതിയായിരിക്കും. ഈ മമ്മി നല്ല മണമാണ് ഗൈസ്. വീട്ടിൽ പനീറും എല്ലാം ഇരിപ്പുണ്ടെങ്കിൽ കുട്ടികളുണ്ടെങ്കിൽ അവർക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും, ഉറപ്പാണ് ഗൈസ്. പക്ഷെ തിന്നു നോക്കിയിട്ടില്ല ഇതുവരെ, മണം അനുസരിച്ച് പറഞ്ഞാണ്. ഇത് തിന്നു നോക്കിയിട്ടാണ് അതിൻ്റെ കട്ടായി കാണിക്കുക. സത്യം ഗൈസ്, നല്ല മുരിഞ്ഞ് വരുന്നു ഗൈസ്. ഓരോട്ടോ എൻ്റെ അടുത്ത് മുരിഞ്ഞു വന്നിട്ടുണ്ട്. നീ ടേസ്റ്റ് ചെയ്തൊക്കെയുണ്ടോ? എനിക്ക് പേടിയാണ് ഗൈസ്, കാരണം ഇതിൻ്റെ എല്ലാ മസാലയും പോയി പിടിച്ചു. അപ്പോൾ ഗൈസ് നമുക്ക് കുറച്ചും കൂടെ ഈ സാധനം ഒന്ന് ഇടണം. ഈ സാധനം അതെടുത്തോ. കാണുമ്പോൾ നല്ല രസമുണ്ട്, പക്ഷേ തിന്നുമ്പോഴാണ് നമുക്ക് ശീലമാവുന്നത്. അവിടെ ടൈറ്റ് മതി ഗൈസ്, മതി മതി. നമ്മൾ ആവശ്യത്തിന് ഇട്ടിട്ടുണ്ട് ഗൈസ്. ഇതിൻ്റെ കോല നമുക്ക് ഞങ്ങൾ രണ്ടുപേരും പിടിച്ച് നമുക്ക് കുറച്ച് നേരം വഴക്കിയിട്ട് പിന്നെ ഹലോ പറ. ഹലോ കണ്ട ഗൈസ്, ഇതാണ് എൻ്റെ മമ്മി അല്ലി, പേരല്ലി. ഷിറ്റ്, മമ്മി വയ്ക്കുകയാണ്. ആരോടെ വീഡിയോ എടുക്കണേ ഇത്? ഞങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞ് മമ്മിക്കായിരിക്കും ഫസ്റ്റ് വരുന്നത്. മമ്മിയാണ് ജഡ്ജ്. അവിടെ നിന്ന് വിളിയുണ്ട് ഗൈസ്. ടാറ്റാ. അടുത്ത് വന്നു ഗൈസ്. അടുത്തത് എവിടെ? നമുക്ക് എടുക്കാം ഗൈസ്. അവൾ അവിടെ നിന്ന് തന്നെ എടുത്തിട്ടോ. പ്ലാസ്റ്റിക് പാത്രമാണോ? എനിക്ക് ഇതിലേക്ക് ഇടാം. അപ്പം നമ്മൾ സ്റ്റീലിലേക്ക് മാറ്റുന്നു ഗൈസ്. ഈ ചാറ് ഇങ്ങോട്ട് വരും. യെസ്, ട്രാൻസ്പോർട്ട്. എനിക്ക് എങ്ങനെയാണോ ടേസ്റ്റ് എന്നാണ് എനിക്ക് ചെറിയ പേര്.
ഉണ്ട്. ചുമ്മാ കള്ളം പറയണോ? ഞാൻ ടേസ്റ്റ് ചെയ്തു. നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പൊ ഇത് മതി. ഇതിന്റെ ടേസ്റ്റ് വന്നില്ലല്ലേ, അത് നമുക്ക് മുക്കി കഴിക്കാം. ഇത് നമുക്ക് ഒരു പീസ് എടുത്തിട്ട് ഇവിടെ ഇങ്ങനെ മുക്കി കഴിച്ചു നോക്കാം. എല്ലാം നന്നായിട്ട് ആയിട്ടുണ്ട്. ഏകദേശം ഗ്യാസ് എക്സ്പ്ലോഡ് ആയതിനിപ്പം ഗീ 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 ആവശ്യത്തിന് കൂടുതലുണ്ട്. കണ്ടോ? ഓ എനിക്ക് ഇട്. അത് തിന്നോ? ഫസ്റ്റ് ഇട്, തിന്നോക്ക്. ഞാൻ വിചാരിച്ചു നമുക്ക് ഇത് കവർ ചെയ്തിട്ട് ഇടാന്ന് വിചാരിച്ചു. നോക്കട്ടെ റിയാക്ഷൻ. ഞാൻ വിചാരിച്ചു ഇത് നമുക്ക് ഇതിന്റെ ഈ പ്ലേറ്റിൽ ഇട്ടിട്ട് അതിന്റെ മുകളിലേക്ക് ഇത് ഇടാന്ന്. ഇത് ഞാൻ ഉണ്ടാക്കേണ്ട എനിക്ക് ഉറപ്പായിരുന്നു. ഞാൻ ചോദിച്ചത് ഏറ്റവും കൊള്ളാത്ത ഡിഷാണ്. സോറി, അവക്ക് ഭയങ്കര ധൃതി അതിടാൻ. ഞാൻ ഇങ്ങനെ പരട്ടി വെച്ചിട്ടുണ്ട്. അപ്പം നമുക്കത് ഇടൂ ട്രാൻസ്ഫർ. ഊരുന്നുണ്ടോ? ഇപ്പൊ തിന്നരുത് കേട്ടോ, ഇപ്പൊ തിന്നരുത്. എൻ്റെ അമ്മയ്ക്ക് ഇത് ഫോട്ടോ എടുത്ത് അയച്ചു കൊടുക്കണം ഗൈസ്. പക്ഷെ ഇത് തിന്നുന്ന റിവ്യൂ ഒരു ഷോർട്സ് ആക്കി ഞാൻ ഇടുന്നതായിരിക്കും. ഓ ഗോസ്, what a awful, very gross. ഗൈസ് പോർക്ക് പോലെ ഉണ്ട്. നമ്മൾ ന്യൂസിലാൻഡിലൊക്കെ പോളണ്ടിലൊക്കെ പോർക്ക് ഉണ്ടാക്കുന്ന പോലെ ഉണ്ട്. പോർക്കൊക്കെ ഇങ്ങനെ ഉണ്ടാക്കിയിടത്തില്ല, അതേപോലെ ഉണ്ട്. ഓ ഫ്രഞ്ചാണ്. എനിക്കിപ്പോ തിന്നരുത്. ചിക്കൻ തിന്നണ പോലെ തന്നെ ഉണ്ട്. ഞാനും അമ്മ ഇടയ്ക്കൊക്കെ ഇങ്ങനെ വീട്ടിൽ ഉണ്ടാക്കാറുണ്ട് പനീർ കറി ഉണ്ടാക്കാൻ. പക്ഷെ ഇതിപ്പോ നമ്മള് വേറെ രീതിയിൽ ഉണ്ടാക്കിയിരിക്കുന്നുണ്ട്. ഇതുപോലെ അല്ലല്ലോ. അതെ അതെ, ഇങ്ങനെയല്ല, ഇങ്ങനെയാണ്. പക്ഷെ അത് വ്യത്യാസമുണ്ട്. അതില് ഇഞ്ചിയൊക്കെ അരിഞ്ഞിടല്ലേ? ഇല്ല, ഇഞ്ചി അരിഞ്ഞിടാറുണ്ട്, പക്ഷെ ഭയങ്കര റെയറാണ്. ഇഞ്ചി ഇട്ടാലാണ് അവിടുത്തെ എന്തോ വരത്തുള്ളൂ. സോ ഗൈസ് നമുക്ക് കുറച്ച് ഇത് ഒഴിക്കാം. ഞാൻ ഒഴിക്കാം മാറ് ഗൈസ്. അവക്കടെ സ്പൂൺ ഒഴിച്ചേ. നമുക്ക് അതൊക്കെ ഇങ്ങനെ പരത്തി വെച്ചിട്ട് അതിൻ്റെ മുകളിൽ കൂടെ ഇട്ടിട്ട് ഒരു ഒരു ഗൈസ് നമുക്കപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അവർക്ക് ഭയങ്കര ഞാൻ ഷോർട്സിൽ പറയുന്നതായിരിക്കും കേട്ടോ. ഇത് എങ്ങനെയുണ്ട്, നല്ല ടേസ്റ്റാണോ എന്നൊക്കെ. സോ ഗൈസ് ഞങ്ങൾ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഗൈസ് ഇത്രയും ചെയ്തുകൊണ്ട് പറയൂ ഉണ്ണി. എല്ലാവരും പിന്നെ പറയാൻ മറന്ന് ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബും കൂടി ചെയ്യാം. ചെയ്യണമെന്ന് ഞങ്ങൾക്കൊരു നിർബന്ധമില്ല. ഞങ്ങൾ ഉണ്ടാക്കിയതിൽ എന്തെങ്കിലും കുറവ് എന്തെങ്കിലുമൊക്കെ കൂടാണ്ട് വന്നോണ്ടായിരിക്കും ഇത് തന്നെ ഗൈസ്. പിന്നെ അതോടൊപ്പം തന്നെ നമുക്ക് ഞാനിപ്പോൾ തുടങ്ങിയിട്ടേ ഉള്ളൂ യൂട്യൂബ് ചാനൽ. അതിനു മുമ്പ് 22 സബ്സ്ക്രൈബേഴ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോൾ നമ്മൾ കുറച്ചൊന്ന് കയറി 39-49 ആയിട്ടുണ്ട്. സോ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നെന്ന് വിചാരിക്കുന്നു. നമ്മുടെ നിക്കിയുടെ വീഡിയോ ഇട്ടപ്പോൾ അത് 1000 വ്യൂസ് ആണ് അടിച്ചത്, പക്ഷെ ആരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല. അപ്പോൾ ഗൈസ് ഇത്രയും പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ ചാനൽ ഈ വീഡിയോ ഇവിടെ ബ്ലോഗ് അവസാനിപ്പിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ബൈ ബൈ.